ഗോയിനോട്ട് എന്ത് തീരുമാനിച്ചു? ഒന്നും തീരുമാനിച്ചില്ല. അത് വെറുതെ പോണം തന്നെ ഉള്ളില്. അത് തനിക്കെങ്ങനെ അറിയാം? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇനി പുതിയ ഉപ്പായം എടുത്തിട്ടെ? വേണമെന്ന് തോന്നിയാ പോവും. അത് തന്നെ എനിക്കും പറയാനുള്ളത്. പോണം. ആ കുട്ടി എന്ത് മാത്രം ആഗ്രഹിക്കണ്ടാവും. ഇപ്പോഴേ പോകണ്ട, പൂജ വൈകുന്നേരം ഉള്ളൂ. ഇയാള് വരുന്നുണ്ടോ? വാ. അപ്പുക്കുട്ടൻ നായർ പുണർദം, പരമേശ്വരൻ നായർ അനിഴം, ഗോയിന്നംകുട്ടി അത്തം, ഗോയിന്നംകുട്ടി അത്തം, ഗോയിന്നംകുട്ടി അത്തം. പുത്തമ്പരക്കിലെ ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്റെ പേരില്ല. ഞാനാ അവന്റെ പേര് കൊടുത്തത്. അരിയിട്ട് വാഴിക്കുന്നത് സ്വന്തം മനസ്സിൽ മതി, ഇവിടെ കൂട്ടിക്കുഴയ്ക്കണ്ട. വേണ്ട പോ. ഒരു പാണ്ഡ്യ എന്റെ തന്ത, എനിക്ക് ഉറപ്പുണ്ട്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണ് നേരിട്ട് വന്ന് വിളിയടാ. വേണ്ട പോവാ. ഞാനാ ഇവന്റെ അച്ഛൻ. എന്തിനാടോ കണ്ട പാണ്ഡ്യയുടെ വിഴുപ്പ് ചുമക്കുന്നത്? யாரது? ஏய் கோயந்த குட்டியா,
இந்த ராத்திரில தனியா இங்க என்ன பண்ணிட்டு இருக்க? என்னது கையில கத்தி? யார கொலை பண்ண போற? ഇനി ഇതിന്റെ പേരില് അവരോട് പകരം വീട്ടാനൊന്നും നിൽക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. രണ്ടു കൂട്ടരുടെ നടുക്കുന്ന നന്ദിനി ചേച്ചിയാ തിങ്ങുന്നേ. അത് ഓർത്താ പോരെ. ഉണ്ണി, നീ ആദ്യ കത്തി വാങ്ങി പുഴയിലേറി. കയ്യിലിരിക്കുമ്പോ എന്തൊക്കെയാ തോന്നാന്ന് ആർക്കറിയാം? ഇതൊരാൾക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചതാ, എന്റെ തന്തയ്ക്ക്. ഉണ്ണി, ചേച്ചി വെറുതെ ഇരിക്കെ. കലി കൊണ്ട നായര് രണ്ടു കാലം നടന്നാ തണുക്കും. എനിക്കറിഞ്ഞൂടെ? ഇങ്ങനെ ഒന്നും മിണ്ടായിരുന്നല്ല എങ്ങനെയാ? ഇപ്പൊ തന്നെ 1 മണിക്കൂർ ലേറ്റായി. എനിക്ക് പോണം. നിന്റെ സ്വപ്നങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് പറ്റുന്നില്ല. ഇപ്പോഴാണെങ്കിൽ വല്ലാണ്ട് വേദനിക്കില്ല, ഇല്ലെങ്കിൽ പിന്നെ പറിച്ചു മാറ്റാൻ നമുക്ക് തന്നെ കഷ്ടപ്പെടേണ്ടി വരും. ഇത് പറയാൻ എത്ര നേരം മുഖം വെറുപ്പിച്ചിരുന്ന്? ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് പറയുന്നതാ നന്ദിനി. പിന്നെ ഞാൻ ആലോചിക്കണ്ട. വെറുതെ ഒരു ഇളക്കം തോന്നുന്ന പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാവരും അറിയ സന്തോഷത്തോടെ നടക്കണമെന്നാ എന്റെ ആഗ്രഹം. നിവർത്തിയില്ലെങ്കിൽ വന്നെന്ന് വിളിച്ചാ മതി, ഞാൻ ഇറങ്ങി വരും. വന്നാൽ ചിലപ്പോൾ ഒരു ജയിൽ പുള്ളിയുടെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ വിധവയായിട്ട് കഴിയേണ്ടി വരും. അതിന് സങ്കല്പശത്രു മുന്നിൽ അവതരിച്ചിട്ട് വേണ്ടേ? വരും വരും. എന്റെ അമ്മയുടെ തപസ് പാഴാവില്ല. അതുകൊണ്ടാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ഗോവിന്ദകുട്ടേട്ടനെ തൊടണേ. എന്തിനാ മനസ്സിലെപ്പോഴും ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ കൊണ്ടു നടക്കണേ? എനിക്കൊന്നും ആഗ്രഹിക്കാൻ പറ്റണില്ല നന്ദിനി. പറ്റും. മനസ്സ് പോലെ തന്നെയാ ഗോവിന്ദകുട്ടേട്ടന്റെ കയ്യും. ഒരു ബലവും ഇല്ല. ഇല്ല. കഴിഞ്ഞ 15 കൊല്ലത്തിനിടയിൽ 2 തവണയായി ഈ കോൺട്രാക്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയത്. പക്ഷേ 2 തവണയും നമ്മൾ തിരിച്ചു പിടിച്ചു. അപ്പോഴൊക്കെ മുന്നിട്ട് നിൽക്കാനും കളിക്കാനും ഞാനും പരമേശ്വരൻ നായരും ഉണ്ടായിരുന്നു. എല്ലാം അറിയാവുന്ന ഭാവം, തൊടുന്നൊക്കെ അബദ്ധവും. പിള്ളാരല്ലേ, പരിചയക്കുറവുണ്ടാവും. ആ തമിഴനെ ഇവിടുന്ന് ഓടിക്കാനുള്ള സർവ്വ പണി ഞാൻ ഇണക്കിയതാ. അപ്പൊ ചാടിക്കേറി മുമ്പിൽ നിൽക്കാൻ ഒരുത്തൻ. അവനിത് എന്തിന്റെ കഴപ്പാ? കണ്ട തമിഴിന്റെ ഒക്കെ വാലയെ തൂങ്ങി ന്യായം പറഞ്ഞ അടക്കം അയാളാര്? ഇവന്റെ തന്തയോ? ചിലപ്പോ ആയിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. അച്ഛനും അമ്മാവനും വിലക്കിയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കൈയും കാലും തല്ലിയൊടിച്ച് പണ്ടേ പുഴയിൽ എറിഞ്ഞേനെ. എടാ, ഇത്തരം എടുത്തിയാട്ടത്തിനാ വിവരക്കേടെന്ന് പറയുന്നത്. പഴയ കാലമൊന്നുമല്ല. സുപ്രീം കോടതി പോയാലും നമ്മളൊന്നും കേസിന്റെ പരിസരത്ത് പോലും കാണാൻ പാടില്ല. അങ്ങനെ വേണം കാര്യങ്ങൾ ഇണക്കാൻ. അങ്ങനെ ഇണക്കിയിട്ടാണല്ലോ പേടിയമുറി ഒഴിപ്പിച്ചെടുത്തത്. അത് ദായി നമ്പൂതിരിയെ പറഞ്ഞാ മതി. എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുമ്പളങ്ങയും പടവലങ്ങയും തിന്ന് ജീവിക്കുന്ന ഉണ്ണി അമ്പൂരിയെ കൊണ്ട് പ്രമാണം ഒപ്പിടിക്കാൻ ടൈഗർ ആന്റണിയെ പോലെ കൊടികെട്ടി ഒരുത്തനെ എഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. അതാ എനിക്ക് ഓടിയ ബുദ്ധി. ആ ചെക്കൻ ഒപ്പിടുകയും ചെയ്തു. അതിനിടയ്ക്കല്ലേ മറ്റേ ചെറ്റ വന്ന് കയറിയത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ശത്രുക്കളില്ല, ശത്രുവേ ഉള്ളൂ.
സംഹാരപൂജയ്ക്കുള്ള സമയമായോ എന്നൊരു സംശയം. സംശയമൊന്നും വേണ്ട. താൻ പോയ ടൈഗർ ആന്റണിയോട് വരാൻ പറ. ശരി. എന്ന് വെച്ചാൽ തയ്യാറായിട്ട് തന്നെ. ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അയച്ചാൽ ശരിയാവില്ല. ഞാൻ കൂടെ ചെല്ലാം. പോടോ. ചപ്പൻ. താൻ എന്ത് കണക്കായി കൂട്ടുന്നേ? 8 3 11 11 4 15 15 ഇന്ന് വാവാ. ചാകാൻ നല്ല ദിവസം. ഒറ്റ പോക്ക. പിന്നൊരു ജന്മം ആ ആത്മാവിന് പറഞ്ഞിട്ടില്ല. ஏய் என்ன உனக்கு வண்டி ஓட்ட தெரியாதா? അറിയാം. അറിയും. ഇവൻ എഞ്ചിൻ ഓഫ് ചെയ്യാൻ അറിയും. வித்தை இல்லாத மனுஷன் செத்த பணத்துக்கு சமம். இந்த வயசுல தான்டா ஓடி ஆடி வேலை கத்துக்கணும். அவன் கூடயே குரங்கு குட்டி மாதிரி ஒட்டிக்கிட்டு இருக்க. ഇയാൾക്ക് ഈ വയറിങ്ങിലൊക്കെയാണ് ഇൻട്രസ്റ്റ്. ഈ ഇലക്ട്രിക്കൽ മെക്കാനിസം. വണ്ടിയുടെ കടം കുറച്ചുകൂടെ വീട്ടാണ്ട്. അത് കഴിഞ്ഞ് ഇയാളെ ഞാൻ പോളിടെക്നിക്ക് വിടാൻ പോവാ. வெரி குட் வெரி குட். ஆமா தினம் வேலை முடிஞ்ச உடனே நீ எവിടെ போகணும்? എവിടെ പോവാൻ? വീട്ടിൽ പോവും. வடக்கை தெற்கை சுத்த வேண்டியது, பம்பு சண்டைக்கு போக வேண்டியது. கேட்டா வீட்டுக்கு போறேன்னு சொல்றேன். ஏய் எனக்கா தெரியாது. അയ്യോ ഞാനാ? ഞാൻ പാവം. ஏய் உங்க ஐயா தண்ணி குடிப்பாரா? பொன்னதாப்பா குடிப்பியா? ഞാൻ തണ്ണി குடிப்பியா? കുടിക്കും. அதான் கேட்டேன். അതാ ഞാൻ പറഞ്ഞ കുടിക്കുന്നു. எனக்கு ஞானக்கண்ணு இருக்கு. நான் இவ்வளவு உட்கார்ந்துகிட்டே எவட என்ன நடக்குதுன்னு அறியும். காலையில தானே எல்லாரும் அட்டெண்டன்ஸ் கொடுப்பாங்க. நீ சாயந்தரமாவும் அட்டெண்டன்ஸ் கொடுக்கணும். வேலை முடிஞ்ச உடனே வா, நானும் உன் கூட வர்றேன். என்ன கூட்டிட்டு போ. அங்க வந்து தண்ணி எல்லாம் சாப்பிடும். தண்ணி நானா? ச்சே, ச்சே, ப்பு. அது இல்லப்பா, என்ன கொண்டு போய் டிவியில விட்டுரு. டிவியில? ഈ വണ്ടിയില? தாங்காத. ഭയങ്കര കുലുങ്ങും കുലുങ്ങും കിടന്ന്. நான் வந்தா குலுங்கும், பொம்பளை வந்தா குலுங்காதோ? ഞാൻ മറ്റേ മുതലാളി. டேய், இனிமே என்ன முதலாளின்னு கூப்பிடக்கூடாது. ശരി സാർ. சாருன்னு விളിக்க கூடாது. പിന്നെ എങ്ങനെ വിളിക്കണം? വരട്ടെ പറ്റിയതെ. சரிடா சின்னவரே. டேய் டேய் சின்ன, சாயந்தரம் என்ன கூட்டிட்டு போக மறந்துடாதே. ശരി പെരിയാരെ. ആന്റണി ആയതുകൊണ്ട് മറ്റ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാലും വാല് മുറിയരുത്. തല കുത്തി നിന്നാലും ഒരു തുമ്പും കിട്ടരുത്. ഞങ്ങളാരും ഇതിന്റെ പുറകിലില്ല. ഞാനേ ഇല്ല, പിന്നല്ലേ? താൻ കൂടെ പോ. അല്ല ഞാൻ തന്നെ പോണോ? ആളെ കാണിച്ചു കൊടുക്കണ്ടേ? ചെല്ലടോ. ശരി. എന്താ ഉണ്ണി? ഏതോ വണ്ടി ഇടിച്ച് കിടക്കുന്നു.
ഏതോ വണ്ടി ഓടിക്കോ. ഗോവിന്ദുട്ടി, ഗോവിന്ദുട്ടി, ഉണർത്തണ്ട, മരുന്ന് കൊടുത്ത് കെടുത്തിരിക്കുക. പേടിക്കേണ്ട ഘട്ടം കഴിഞ്ഞു എന്നാ ഡോക്ടർ പറഞ്ഞേ. ചോര ഒരുപാട് പോയേ, ഞങ്ങളുടെ ഒന്നും പാകായില്ല. പിന്നെ ആ മുതലാളി ഉണ്ടായിരുന്നു ഭാഗ്യം, ഇതുവരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞപ്പോഴാ പോയേ. പിന്നെ വരാം. உன்னை எல்லாத்தையும் முடிச்சுட்டு தான் நான் வந்திருக்கேன். ഇനി അവനെ കാണാൻ പറ്റില്ല.